Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 4 വോട്ടിനു വേണ്ടി ഒരിക്കലും CPM വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശ്രീ പയ്യന്നൂർ ബ്ലോക്ക് കലോത്സവം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനശ്രീ കണ്ണൂർ ജില്ലാ സമിതി ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് സമർപ്പണവും പയ്യന്നൂർ AKP ഓറിയന്റൽ റിസർച്ച് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു. കവി നിരൂപകൻ ഡോക്ടർ EV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ദേശീയപാതയിൽ കയറ്റത്തിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് പിറകോട്ട് നീങ്ങി അപകടം. ട്രക്ക് പിറകിലുണ്ടായിരുന്ന കാറിലും കാർ പിന്നിലുള്ള ബസ്സിലും ഇടിച്ചു. വാർത്തകൾ വിശദമായി. 4 വോട്ടിനു വേണ്ടി ഒരിക്കലും CPM വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാരെ ദുർബലപ്പെടുത്താനും അധികാരം പിടിക്കാനും കോൺഗ്രസും ലീഗും നടത്തുന്ന ശ്രമങ്ങളെ കരുതിയിരിക്കണം. കേരളത്തിലുണ്ടായ ദുരന്തങ്ങളെ നേരിടുന്ന കാര്യത്തിലും കോൺഗ്രസും UDFും ഇതേ നയം സ്വീകരിക്കുകയാണ്. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതായി പറയുന്ന കോൺഗ്രസ് പക്ഷേ ഇത്തരം നയങ്ങളെ പിന്തുണക്കുകയാണ്. മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ശ്രമിക്കുകയാണ്. കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പിന്തുണ നൽകുകയാണ്. പിണറായി വിജയൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂടെ നിർത്തി ഒരു തുറന്ന സഖ്യം എന്ന നിലയിൽ ആകാമെന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗും ചിന്തിക്കുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്നിടത്താണ് എത്തിച്ചേരുക. ഇവിടെ വർഗീയത ശക്തിപ്പെട്ടാൽ ദുർബലമാകുന്നത് മതനിരപേക്ഷ സമൂഹമായിരിക്കും. ആത്യന്തികമായി അവരവരെ തന്നെ അത് ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്നത് കോൺഗ്രസും ലീഗും തിരിച്ചറിയണം. പക്ഷേ ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. വർഗീയ ശക്തികൾ മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരം പിടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്ത് നമ്മുടെ മുന്നിലുണ്ട്. അതിനവർ തുടർച്ചയായി ശ്രമിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനെതിരെ യഥാർത്ഥ മതവിശ്വാസികൾ തന്നെ രംഗത്ത് വരേണ്ട ഒരു ഘട്ടമാണിത്.
തളിപ്പറമ്പ് പൂക്കോത്തുനടയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ KK പരിയാരം സ്മാരക ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ N ചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി, AK ബാലൻ, എളമരം കരീം, P സതീദേവി, CS സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനശ്രീ പയ്യന്നൂർ ബ്ലോക്ക് കലോത്സവം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനശ്രീ കണ്ണൂർ ജില്ലാ സമിതി ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു. ജനശ്രീ പയ്യന്നൂർ ബ്ലോക്ക് കലോത്സവം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനശ്രീ കണ്ണൂർ ജില്ലാ സമിതി ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ചുറ്റും ഗുരുതരമായ പ്രയാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷിതാവെന്ന നിലയിലും അമ്മ എന്ന നിലയിലും അച്ഛനെന്ന നിലയിലുമില്ല. ഓരോ ദിവസത്തെയും വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളുണ്ടായപ്പോൾ വല്ലാതെ സന്തോഷിച്ച ഒരാളാണ്. പക്ഷെ ഒരു അച്ഛനെന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻ്റെ മനസ്സ് വല്ലാത്ത രീതിയിൽ ഉള്ള ചിന്തകളുമായി കടന്നുപോകാം. ജനശ്രീ ബ്ലോക്ക് ചെയർമാൻ KK ഫൽഗുനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KP ശൈലേഷ് കുമാർ, KM കുഞ്ഞപ്പൻ, ബാലചന്ദ്രൻ മാസ്റ്റർ, A ശ്രീധരൻ, M കോമളവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം തല മത്സരങ്ങളിൽ നിന്നും വിജയിച്ചെത്തിയവരാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശതാബ്ദി ആഘോഷ നിറവിൽ തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ പരിപാടിയുടെ ഭാഗമായി അത്തോളി ഈദു എന്ന പേരിൽ സ്കൂളിൽ ലക്ഷദ്വീപ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിന്റെ സംസ്കാരം, രുചിവൈഭവം, കല ഇവയൊക്കെയും പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സ്കൂളിൽ ലക്ഷദ്വീപ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. തായ്നേരി സ്കൂളിൽ മുൻകാലത്ത് ലക്ഷദ്വീപിൽ നിന്നും വിദ്യാർത്ഥികളെത്തി താമസിച്ചു പഠിച്ചിരുന്നു. ഇന്ന് സ്കൂളിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥികളെയും അതിലൂടെ അവരുടെ ദ്വീപിനെയും ചേർത്ത് പിടിക്കുകയാണ് തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ. അതിനാൽ തന്നെ അത്തോളു ഈദു എന്ന പേരിലാണ് സ്കൂളിൽ 2 ദിവസം നീണ്ടുനിന്ന ലക്ഷദ്വീപ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഈ വിദ്യാലയത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള ബോർഡിംഗ് മദ്രസയിൽ താമസിച്ചുകൊണ്ട് ഏതാണ്ട് 50-ഓളം ലക്ഷദ്വീപിൽ വാസികളായ കുട്ടികൾ പഠിച്ചു പോയിരുന്നു. അപ്പോൾ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ആ കുട്ടികളെയും കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നിരവധിയായ വൈവിധ്യമുള്ള ഭക്ഷണ വിഭവങ്ങൾ അവരുടെ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിന്റെ തനതായ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന തരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ അവരിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരുടെ പരിപാടികൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടൂടെ നടന്നു വരികയാണ്. ലക്ഷദ്വീപിന്റെ തനത് കലാരൂപങ്ങളും രുചിപ്പെരുമയുമെല്ലാം പരിചയപ്പെടുത്തുന്നതായി മാറി ലക്ഷദ്വീപ് ഫെസ്റ്റിവൽ. വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും ദ്വീപ് ഫെസ്റ്റിവലിനെ അവിസ്മരണീയമാക്കി. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ലക്ഷദ്വീപ് നിവാസികളുടെ സംസ്കാരം, അവരുടെ കല, ഭക്ഷണ രീതി എന്നിവയെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അവബോധം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. വളരെ ഭംഗിയായി തന്നെ സ്കൂളിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. ലക്ഷദ്വീപുകാരനായ നൂർ മുഹമ്മദ് വർണ്ണങ്ങളുടെ ആരാധകനാണ്. വർണ്ണങ്ങളുടെ ആലയം എന്നർത്ഥത്തിൽ തന്റെ പേരിനൊപ്പം നൂർ വർണ്ണാലയം എന്ന് ചേർത്ത നൂർ അസാധ്യ ചിത്രകാരനാണ്. ദ്വീപ് നിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായ കടലും തീരവും ഒക്കെ നൂറിന്റെ ചിത്രങ്ങളിൽ നിറഞ്ഞു കാണാം. തായ്നേരി SABTM സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ ലക്ഷദ്വീപ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവിടെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചിത്ര പ്രദർശനം കണ്ടു. ചിത്രകാരൻ എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം സർ. എന്തൊക്കെയാണ് പേര്, എവിടുന്നാണ് വരുന്നത്, ഒക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയും. ഞങ്ങള് ലക്ഷദ്വീപാണ് സ്ഥലം, പ്രോപ്പർ ഞങ്ങൾ ലക്ഷദ്വീപാണ് സ്ഥലം. അപ്പോ കണ്ണൂരായിട്ട് ഞങ്ങൾക്ക് പണ്ടൊരു ബന്ധമുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് പോർട്ട് കണ്ണൂരായിരുന്നു. മാത്രമല്ല ദ്വീപുകാരധികം പണ്ട് ഇങ്ങനെ ഈ ഓടി വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മീൻസ് മെഷീൻ ഇല്ലാത്ത കപ്പല്, പഴയ
പായക്കപ്പൽ. ആ പായക്കപ്പത്തിന് വരുന്നത് ഈ മറ്റേ സ്റ്റാർ നോക്കിയും അവർക്ക് ദിശ കാണാൻ ദിശ നിർണ്ണയിക്കാൻ വേണ്ടി ആ പായക്കപ്പലിന്റെ മോഡലാണ് ഇവിടെ. ഇത് എന്റെ ഫ്രണ്ട് ഉണ്ട് അബ്ദുൽ കബീർ ഫ്രം കൽപ്പേനി. അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചത് ഈ സാധനം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞിങ്ങനെ ഇത് കൊണ്ടു. അപ്പൊ എനിക്കും ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം എന്താ പറയുക, കണ്ണുകാർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനേ നമുക്ക് നമ്മുടെ ജീവന്റെ ഒരു എങ്ങനെയാണ് നമ്മൾ ജീവൻ കണ്ണൂരായിട്ട് ഒരു കണക്ഷൻ വന്നത് ഇതിലൂടെയാണ്. നൂർ വർണ്ണാലയ എന്നാണ് സാറിന്റെ പേരില്ലേ? ശരിക്കും പേരെന്താണ്? ശരിക്കും പേര് നൂർ മുഹമ്മദ്. പക്ഷെ വർണ്ണാലയം വർണ്ണങ്ങളുടെ ആലയം, വർണ്ണത്തോടുള്ള ഇഷ്ടം, ചിത്രരചനയോടുള്ള സ്നേഹം കൊണ്ട് ആ ഒരു പേര് അങ്ങനെ ചേർത്ത്. ഫോഴ്സിൽ വർക്ക് ചെയ്യുവാണ്. ഞാൻ ഫോഴ്സ് പാരാമീറ്റർ ഫോഴ്സിൽ ഹെഡ് പോസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. യൂണിയൻ ടെറിട്ടറി ദാദർ നഗർ ഹവേലി സിൽവാസ. അപ്പോൾ ഞങ്ങളുടെ ഈ ഫോഴ്സിലെ UT കാഡറാണ്. ഞങ്ങൾ ലക്ഷദ്വീപ് UT ആണ്. ദമൻജു ദാദർ നഗർ ഗുജറാത്തിലാണ് ഉള്ളത്. എങ്ങനെയാണ് UT ആണ്. അപ്പൊ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതെ, അപ്പോൾ കേരളത്തിൽ ഇവിടെ തായ്നേരി ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവധി എടുത്ത് വന്നതാണ് ഈ ചിത്രങ്ങളും കൊണ്ട്. ചിത്രരചനയോട് എത്ര കാലത്തൊരു സ്നേഹമാണ്? ഞാൻ ചെറുപ്പത്തിൽ വരക്കുന്നുണ്ടായിരുന്നു. പിന്നെ 95-96 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആർട്സ് എന്ന ഒരു സ്ഥാപനം കേരളത്തിലേക്ക് അങ്ങനെ ഒരു കണക്ഷൻ മുമ്പ് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ദ്വീപുമായി ബന്ധപ്പെട്ടതാണ്, കടലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. കടലുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കുറച്ച് പട്ടാളമായിട്ട് ബന്ധപ്പെട്ട, കാരണം അത് എന്റെ ഒരു ജോലിയുടെ ഇഷ്ടം, യൂണിഫോമുകളുടെ ഇഷ്ടം. അത് കുറെ ചിത്രത്തിലൂടെ അതിലുപരി ലക്ഷദ്വീപിന്റെ പരിപാടിയാണല്ലോ ഇത്. അതുകൊണ്ടാണ് കൂടുതലും ലക്ഷദ്വീപിന്റെ ആ ഒരു പെയിന്റിങ്. വളരെ സന്തോഷം നമ്മളോട് സംസാരിച്ചതിനും ഈ ചിത്രങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നതിനും ഒക്കെ, പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. എനിക്കും സന്തോഷം. എന്തായാലും ഇവിടെ വന്നപ്പോ എനിക്ക് കണ്ണൂരിലെ ആൾക്കാരിൽ ഭയങ്കര ഒരു എന്താ ആതിഥ്യ മര്യാദയുടെ നമ്മുടെ ലക്ഷദ്വീപ് പോലെ തന്നെയാണ്. അപ്പൊ സംശയം ലക്ഷദ്വീപ് വന്ന ആൾക്കാരായിരിക്കും കണ്ണൂരിൽ വന്ന ആൾക്കാരായിരിക്കും ലക്ഷദ്വീപ് ഉണ്ടെന്നുള്ളത്. കാരണം ആ ഒരു സെയിം ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ഥലത്ത് പോയപ്പോൾ. സ്നേഹം കൊണ്ടും ആതിഥ്യ മര്യാദ കൊണ്ടും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ്. വലിയ സന്തോഷം അറിയാൻ കഴിഞ്ഞതിനും സംസാരിക്കാൻ കഴിഞ്ഞതിനും ഒക്കെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് സമർപ്പണവും പയ്യന്നൂർ AKP ഓറിയന്റൽ റിസർച്ച് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു. കവി നിരൂപകൻ ഡോക്ടർ EV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് സമർപ്പണവും പയ്യന്നൂർ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു. കവി നിരൂപകൻ ഡോക്ടർ EV രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും കുഞ്ഞമ്പൂൻ അച്ഛനോ മറ്റാരാണോ എന്നുള്ളതിൽ ഒരു അഭിനിവേശത്തിന്റെ തൃഷ്ണയുടെ ഒക്കെ പല സൂചനകളുണ്ട്. അത് ആ പറയുന്ന രീതിയും ആ മുഖത്തെ ഭാവത്തിൽ അതൊരു വലിയ അധ്യാപകൻ പെർഫോം ചെയ്യണം. അധ്യാപകൻ വെറും പറയുകയല്ല, അതിലൊരു പെർഫോമൻസ് ഉണ്ട്. ഇത് എൻ്റെ അധ്യാപനം പിന്നീട് ഞാൻ പലതും വായിച്ചപ്പോൾ പല എഴുത്തുകാരും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരു പക്ഷേ കവിത വായിക്കേണ്ട രീതിയെ പറ്റി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷണം ഡിക്ഷണറിയിലല്ല കവിതയുടെ അർത്ഥം കിടക്കുന്നത്, വാക്കിന്റെ അർത്ഥങ്ങളിലല്ല. സദനൻ നാരായണൻ അധ്യക്ഷത വഹിച്ച് അവാർഡിനർഹയായ പ്രൊഫസർ O വത്സലയ്ക്ക് അവാർഡ് സമർപ്പണം നടത്തി. ഡോക്ടർ E ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. കാടങ്കോട് കുഞ്ഞികൃഷ്ണൻ പണിക്കർ അനുസ്മരണ ഭാഷണം നടത്തി. KP വിജയകൃഷ്ണൻ, A ശോഭ ടീച്ചർ, U നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ദേശീയപാതയിൽ കയറ്റത്തിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് പിറകോട്ട് നീങ്ങി അപകടം. ട്രക്ക് പിറകിലുണ്ടായിരുന്ന കാറിലും കാർ പിന്നിലുണ്ടായിരുന്ന ബസ്സിലും ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ ദേശീയപാതയിൽ കയറ്റത്തിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് പിറകിലോട്ട് നീങ്ങിയാണ് അപകടം നടന്നത്. പിറകിലോട്ട് നീങ്ങിയ ട്രക്ക് അതിനു പിറകിലുണ്ടായിരുന്ന കാറിലും കാറിന്റെ പിറകിലുണ്ടായിരുന്ന ബസ്സിലും ഇടിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കുഞ്ഞിമംഗലം പഞ്ചായത്ത് അങ്കണവാടി കലാമേള കിളിക്കൊഞ്ചൽ തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാലയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് അങ്കണവാടി കലാമേള കിളിക്കൊഞ്ചൽ തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാലയിൽ നടന്നു. പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളിൽ നിന്നായി നിരവധി കുരുന്നുകൾ കലാമേളയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ റോട്ടറി ക്ലബ്, കൊച്ചി അമൃത ആശുപത്രിയും പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തോടെ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ്, കൊച്ചി അമൃത ആശുപത്രിയുടെയും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു പഴയ കമ്മ്യൂണിറ്റി സർവീസ് പ്രസിഡന്റ് രവി സുവർണൻ എന്നിവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഹൃദയ ശസ്ത്രക്രിയ ഹൃദയ പരിശോധനാ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജെറി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. സജിത് പി അധ്യക്ഷത വഹിച്ചു. വി ജി നായനാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. രവി സുവർണൻ, ബാബു പലായിൽ, സൂര്യ സുബിൻ, പയ്യന്നൂർ സഹകരണ ആശുപത്രി സെക്രട്ടറി സന്തോഷ്, ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ, അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ ബ്രിജേഷ്, ഡോക്ടർ മഹേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആയിരങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കി ക്ഷേത്ര പരിസരത്ത് മെഗാ തിരുവാതിര. ചെറുവത്തൂർ നെല്ലിക്ക തുരുത്തിക്കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിരക്കളി അരങ്ങേറിയത്. മംഗളം മംഗളം നെല്ലിക്കാതുരുത്തിക്കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറി. കഴകം പരിധിയിലെ 34ഓളം പ്രാദേശിക കൂട്ടായ്മകളിൽ നിന്നും 200-ൽ പരം പേരാണ് തിരുവാതിരയിൽ ചുവടുവെച്ചത്. കാരിയിൽ തട്ടാത്ത മധുവാണ് മെഗാ തിരുവാതിരയ്ക്കായി ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. കൗമാരപ്രായത്തിലുള്ളവർ മുതൽ വിവിധ പ്രായത്തിലുള്ളവർ തിരുവാതിരയിൽ പങ്കെടുത്തു. വലിയ മുന്നൊരുക്കങ്ങളും ചിട്ടയായ പരിശീലനവും കൊണ്ട് പൂർത്തിയാക്കിയ മെഗാ തിരുവാതിര ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയായി മാറി. പരിപാടി നെല്ലിക്കാതുരുത്തിക്കഴകം അന്തിതിരിയൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ, കൺവീനർ വി വി രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 2-ന് ഞായറാഴ്ച ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനുമായി ഫെബ്രുവരി 2-ന് രാവിലെ 9 മണിക്ക് സ്കൂൾ കുട്ടികൾക്കായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം നടത്തും. ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മത്സരം. വിജയികൾക്ക് സ്വാതന്ത്ര്യസമര സേനാനിയും കരിവള്ളൂർ സമരനായകനുമായ AV കുഞ്ഞമ്പുവിന്റെ സ്മരണയ്ക്ക് 3000, 2000, 1000 രൂപയും ട്രോഫിയും നൽകും. കണ്ണൂർ DDE AS ബിജേഷ് ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, പഞ്ചായത്ത് അംഗം PV കുഞ്ഞിക്കണ്ണൻ, പ്രിൻസിപ്പൽ M രഞ്ജിത്ത്, പ്രധാനാധ്യാപിക P മിനി,
PTA പ്രസിഡന്റ് കെ രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ കുടുക്കത്ത് കൊട്ടണാശ്ശേരി ഓഡിറ്റോറിയത്തിലേക്കുള്ള ഇന്റർലോക്ക് റോഡിന്റെ സമർപ്പണം നടന്നു. അന്തിത്തിരിയാന്മാരായ KV കുഞ്ഞികൃഷ്ണൻ, M കൃഷ്ണൻ എന്നിവർ ചേർന്ന് സമർപ്പണ കർമ്മം നിർവഹിച്ചു. വെള്ളൂർ കുടക്കത്ത് കോട്ടണച്ചേരി ഓഡിറ്റോറിയത്തിന്റെ ഇന്റർലോക്ക് റോഡിന്റെ സമർപ്പണം നടന്നു. അന്തിത്തിരിയന്മാരായ KV കുഞ്ഞികൃഷ്ണൻ, M കൃഷ്ണൻ എന്നിവർ ചേർന്ന് സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത്, ചെറൂട്ട രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായാണ് റോഡ് സമർപ്പണം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചീമേനി പള്ളിപ്പാറ EMS വായനശാല ഗ്രന്ഥാലയം ഹരിത ഗ്രന്ഥാലയം സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. ഹരിത മിഷൻ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ച പള്ളിപ്പാറ EMS വായനശാല ഗ്രന്ഥാലയത്തിനുള്ള സാക്ഷ്യപത്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാറിൽ നിന്നും ഗ്രന്ഥശാല ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ കലാഭവൻ മണി സ്മാരക അവാർഡ് നേടിയ സുരേഷ് പള്ളിപ്പാറയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ ഉപഹാരം നൽകി ആദരിച്ചു. K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. K സുകുമാരൻ, അഭിരാമി TP, രാകേഷ് M, നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ, K അശോകൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പള്ളിപ്പാറയുടെ ഉപഹാരം വായനശാല സെക്രട്ടറി K സുകുമാരൻ കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം വടക്കുംപാട് കൈപ്രത്ത് തറവാട് തായ്പര ദേവത കേളംകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഫെബ്രുവരി 3, 4 തീയതികളിൽ നടക്കും. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 4 വോട്ടിനു വേണ്ടി ഒരിക്കലും CPM വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശ്രീ പയ്യന്നൂർ ബ്ലോക്ക് കലോത്സവം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനശ്രീ കണ്ണൂർ ജില്ലാ സമിതി ചെയർമാൻ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് സമർപ്പണവും പയ്യന്നൂർ AKP ഓറിയന്റൽ റിസർച്ച് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു. കവി നിരൂപകൻ ഡോക്ടർ EV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ദേശീയപാതയിൽ കയറ്റത്തിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് പിറകോട്ട് നീങ്ങി അപകടം. ട്രക്ക് പിറകിലുണ്ടായിരുന്ന കാറിലും കാർ പിന്നിലുള്ള ബസ്സിലും ഇടിച്ചു. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.